മാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. നമുക്ക് വെറുതെ വളരുകയല്ല വേണ്ടത്, വിളയണം. അതിനായി വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം, ഒരു നല്ല മനുഷ്യനാകണം. അതിന് വായന കൂടിയേ തീരൂ. നമുക്കൊത്തൊരുമിച്ച് വായനയുടെ പുസ്തകമഴയിൽ നനയാം. നമുക്കൊത്തൊരുമിച്ച് വായനയുടെ പുത്തൻ പാതകളിലൂടെ നടക്കാം. പുസ്തകം ഒരു ജാലകമാണ്. ആ ജാലകത്തിലൂടെ നോക്കുമ്പോൾ നാം പുതിയ പുതിയ ലോകങ്ങൾ കാണുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കൃതി അത്തരത്തിൽ ഒരു ജാലകമാണ്. 1959 എഴുതപ്പെട്ട ഈ നോവൽ ചിരിയുടെ സ്വന്തം ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ നമുക്ക് കാട്ടിത്തരുന്നു. ദാരിദ്ര്യത്തിനിടയിലും സ്നേഹം കൈവിടാത്ത ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിന്റെ കഥ നർമ്മത്തിൽ ചാലിച്ച് ബഷീർ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. മലയാളത്തിലെ എക്കാലത്തെയും ഹാസ്യകൃതികളിൽ ഒന്നാണ് പാത്തുമ്മയുടെ ആട്. കുറച്ചുകാലം നാട് വിട്ട് ജീവിച്ച ശേഷം ബഷീർ തിരികെ വീട്ടിലെത്തുന്നു. പക്ഷേ വീട്ടിൽ സമാധാനമില്ല. കാരണം പാത്തുമ്മയുടെ ആട് വീട് മുഴുവൻ അലങ്കോലമാക്കിയിരിക്കുന്നു. പക്ഷേ വീട്ടുകാർക്ക് ആടിനെ വലിയ കാര്യമാണ്. ആടാണ് വീട്ടിലെ റിയൽ ഹീറോ. ബഷീർ വീട്ടുകാർക്ക് പണം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങൾ. ഉമ്മയ്ക്ക് കണ്ണട വേണം, അനിയത്തിക്ക് സാരി വേണം, അനിയന് പഠിക്കാൻ പൈസയും വേണം. പക്ഷേ ബഷീറിന്റെ കീശ കാലിയാണ്. ഈ നിസ്സഹായതയും കുടുംബ സ്നേഹവും ആടിന്റെ ശല്യവും എല്ലാം കൂടിക്കലർന്ന ഒരു കഥയാണ് ബഷീർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒടുവിൽ ആടിനെ വിൽക്കാൻ തീരുമാനിക്കുന്നിടത്ത് കഥ അവസാനിക്കുന്നു. ഇത് ബഷീറിന്റെ സ്വന്തം കഥയാണ്. അതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ കഥയല്ല, ബഷീറിന്റെ വീട്ടിൽ നമ്മൾ ഇരിക്കുന്നത് പോലെ തോന്നും. അദ്ദേഹത്തിന്റെ ഉമ്മ, പാത്തുമ്മ, അബ്ദുൾ ഖാദർ എല്ലാം നമ്മുടെ ചുറ്റിലുള്ള ആളുകളായി മാറും. ഈ നോവൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ബഷീർ പറഞ്ഞതുപോലെ ജീവിതം ഒരു നിമിഷം പോലും സങ്കടപ്പെടാനുള്ളതല്ല. പാത്തുമ്മയുടെ ആട് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു പുസ്തകമല്ല അടച്ചു വയ്ക്കുന്നത്, ഒരു മനുഷ്യന്റെ ഹൃദയമാണ്. നല്ല മനുഷ്യനാവുക, ചിന്തിക്കുന്ന മനുഷ്യനാവുക. ഇന്നത്തെ ഈ മൊബൈലിന്റെയും റീൽസിന്റെയും കാലഘട്ടത്തിൽ ഒരു പുസ്തകം തുറന്നു വായിക്കുന്ന ഓരോരുത്തരും ഓരോ വിപ്ലവകാരികളാണ്. അതുകൊണ്ട് വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക.